ഇന്ന് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ലോകത്തിന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ദാരിദ്ര്യം, പട്ടിണി, രാഷ്ട്രീയ അസ്ഥിരത, ഭീകരവാദം എന്നിവയായിരിക്കും. ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, നിത്യോപയോഗ സാധനങ്ങൾക്ക് താങ്ങാനാവാത്ത വില, പണപ്പെരുപ്പം, വിദേശ രാജ്യങ്ങളോടും IMF പോലെയുള്ള സംഘടനകളോടും നിരന്തരം കടം ചോദിക്കുന്ന അവസ്ഥ. ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. എന്നാൽ ചരിത്രം എക്കാലത്തും ഇങ്ങനെയായിരുന്നില്ല. ഒരു കാലത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു മികച്ച സാമ്പത്തിക മാതൃകയായി ലോകം കണ്ടിരുന്നത് പാകിസ്ഥാനെ ആയിരുന്നു എന്നത് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1960കളിൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു പാകിസ്ഥാൻ. അക്കാലത്ത് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.8% അതേസമയം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 3.5%, ശ്രീലങ്കയുടേത് 4.1% മാത്രമായിരുന്നു. പാകിസ്ഥാന്റെ ഈ അതിവേഗ വളർച്ച കണ്ട് അമേരിക്കയിലെ പ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് പത്രം അന്ന് എഴുതിയത് അമേരിക്ക കൈവരിച്ചതുപോലുള്ള വലിയ സാമ്പത്തിക നാഴികക്കല്ലുകൾ ഭാവിയിൽ പാകിസ്ഥാന് കൈവരിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ്. അതായത് അന്ന് പാകിസ്ഥാനെ താരതമ്യം ചെയ്തിരുന്നത് ഇന്ത്യയുമായോ ചൈനയുമായോ ആയിരുന്നില്ല, സാക്ഷാൽ അമേരിക്കയോടായിരുന്നു. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വളരുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ദക്ഷിണ കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്ന ഒരു രാജ്യം ഇന്ന് 23 തവണ IMF-ൽ നിന്ന് സാമ്പത്തിക സഹായം വാങ്ങുന്ന ഗതികേടിലേക്ക് എങ്ങനെ എത്തി? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1947 ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. 2 രാജ്യങ്ങളുടെയും തുടക്കം ഒരുപോലെയായിരുന്നു. ദാരിദ്ര്യം, പുതിയ സർക്കാർ, ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ച സൈന്യം. എന്നാൽ 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിൽ സൈന്യം രാജ്യത്തെ സംരക്ഷിക്കുന്നു, എന്നാൽ പാകിസ്ഥാനിൽ സൈന്യം രാജ്യത്തെ ഭരിക്കുന്നു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും സൈന്യം രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ സൈന്യം എക്കാലത്തും ബഹുമാനിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ കഥ മറ്റൊന്നായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് വെറും 11 വർഷങ്ങൾക്കുള്ളിൽ 1958 ജനറൽ അയൂബ് ഖാൻ എന്ന സൈനിക മേധാവി അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തു. അവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രി പോലും തങ്ങളുടെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സൈന്യത്തിന് ഇത്രയധികം സ്വാധീനം ലഭിക്കാൻ പ്രധാന കാരണം അവിടുത്തെ കോടതികൾ അംഗീകരിച്ച ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എന്ന നിയമപരമായ പഴുതാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു സൈനികൻ ഭരണം പിടിച്ചെടുത്താലും അത് രാജ്യത്തിന്റെ നന്മയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ചെയ്തതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ അട്ടിമറിയെ കോടതി നിയമപരമായി അംഗീകരിക്കും. 1958 ജനറൽ അയൂബ് ഖാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ അവിടുത്തെ കോടതി ഈ സിദ്ധാന്തം ഉപയോഗിച്ച് അതിനെ ന്യായീകരിച്ചു. പിന്നീട് 1977 ജനറൽ സിയാ ഉൽ ഹക്കും 1999 പർവേസ് മുഷറഫും ഇതേ രീതിയിൽ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തു. ഒരു രാജ്യത്ത് സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇല്ലെങ്കിൽ അവിടെ വിദേശ നിക്ഷേപകർ വരികയില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിക്കുകയും ഫാക്ടറികൾ തുടങ്ങുകയും ചെയ്യുന്നു. അതുവഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുന്നു. ജനങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ അവരുടെ കയ്യിൽ പണം വരും. ആ പണം അവർ സാധനങ്ങൾ വാങ്ങാനും യാത്ര ചെയ്യാനും മറ്റും ചിലവാക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നു. ഇതൊരു സാമ്പത്തിക ചക്രമാണ്. എന്നാൽ പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും സൈന്യം ഭരണം പിടിച്ചേക്കാമെന്ന അവസ്ഥയുള്ളതുകൊണ്ട് വിദേശ കമ്പനികൾ അവിടെ നിക്ഷേപിക്കാൻ തയ്യാറായില്ല. നിക്ഷേപങ്ങൾ വരാത്തതുകൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചപ്പോൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. സാമ്പത്തികമായി തകർന്നു തുടങ്ങിയ പാകിസ്ഥാൻ ജിയോ പൊളിറ്റിക്സിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായ സഖ്യങ്ങൾ തിരഞ്ഞെടുത്തതാണ്. 1970കളിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് തങ്ങളുടെ സൈന്യത്തെ അയച്ചു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ വഴി പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്തിൽ ആധിപത്യം സ്ഥാപിക്കുമോ എന്ന് അമേരിക്ക ഭയന്നു. നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറല്ലാതിരുന്ന അമേരിക്ക പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഒരു പ്രോക്സി വാർ അഥവാ നിഴൽ യുദ്ധം ആരംഭിച്ചു. ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് പേരിട്ട ഈ നീക്കത്തിലൂടെ അമേരിക്ക കോടിക്കണക്കിന് ഡോളറുകളും ആയുധങ്ങളും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI വഴി അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് വിരുദ്ധ പോരാളികൾക്ക് നൽകി. എന്നാൽ ഈ പണവും ആയുധങ്ങളും ISI ഉപയോഗിച്ചത് അത്യന്തം അപകടകാരികളായ തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്താനാണ്. ഈ ഗ്രൂപ്പുകളാണ് പിന്നീട് താലിബാനും അൽഖ്വയ്ദയും ഒക്കെയായി മാറിയത്. 1989 സോവിയറ്റ് യൂണിയൻ പിന്മാറിയതോടെ അമേരിക്ക സഹായങ്ങൾ അവസാനിപ്പിച്ചു. എന്നാൽ അപ്പോഴേക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭീകരവാദികളുടെ ഒരു താവളമായി മാറിക്കഴിഞ്ഞിരുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനായി അമേരിക്ക വീണ്ടും പാകിസ്ഥാന്റെ സഹായം തേടി. 2002 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഏകദേശം $33 ബില്യൺ അമേരിക്ക പാകിസ്ഥാന് നൽകിയത്. എന്നാൽ പാകിസ്ഥാൻ ഇവിടെ ഒരു ഇരട്ടത്താപ്പാണ് കളിച്ചത്. ഒരു വശത്ത് അവർ അമേരിക്കയിൽ നിന്നും പണം വാങ്ങുകയും മറുവശത്ത് അതേ പണം ഉപയോഗിച്ച് ഭീകരവാദികളെ രഹസ്യമായി സഹായിക്കുകയും ചെയ്തു.
ഭീകരവാദം നിലനിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയിൽ നിന്ന് പണം ലഭിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ 2011 ലോകം തിരയുന്ന കൊടും ഭീകരനായ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്ന് അമേരിക്കൻ സൈന്യം കണ്ടെത്തി വധിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പാകിസ്ഥാന്റെ കള്ളക്കളി അമേരിക്ക തിരിച്ചറിഞ്ഞു. തുടർന്ന് അമേരിക്ക സാമ്പത്തിക സഹായങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചു. പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന ഭീകരവാദികൾ പിന്നീട് പാകിസ്ഥാനെതിരെ തന്നെ തിരിയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് നേരെയുണ്ടായ അറ്റാക്ക് ഉൾപ്പെടെ നിരവധി ടെററിസ്റ്റ് അറ്റാക്കുകൾ പാകിസ്ഥാനിൽ അരങ്ങേറി. ബോംബ് സ്ഫോടനങ്ങൾ നിത്യസംഭവമായ ഒരു രാജ്യത്ത് ഏത് വിദേശ നിക്ഷേപകനാണ് പണം മുടക്കാൻ തയ്യാറാവുക? അമേരിക്ക കൈവിട്ടതോടെ പാകിസ്ഥാൻ സഹായത്തിനായി ചൈനയെ സമീപിച്ചു. പാകിസ്ഥാനിലെ പ്രതിസന്ധികൾ മുതലെടുക്കാൻ കാത്തിരുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു. റോഡുകൾ, തുറമുഖങ്ങൾ, വൈദ്യുത നിലയങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ചൈന പാകിസ്ഥാന് വൻതോതിൽ പണം കടമായി നൽകി. എന്നാൽ ചൈന നൽകിയ കടങ്ങൾ വളരെ ഉയർന്ന പലിശ നിരക്കിലുള്ളവയായിരുന്നു. ഇത് തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ഗ്വാദർ തുറമുഖം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെയും നിയന്ത്രണം ചൈനയുടെ കൈകളിലായി. പാകിസ്ഥാൻ സാമ്പത്തികമായി പൂർണ്ണമായും ചൈനയുടെ അടിമയായി മാറുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടായത്. വികസനത്തിന് പകരം പാകിസ്ഥാൻ കൂടുതൽ വലിയൊരു കടക്കണിയിലേക്ക് വീഴുകയാണ് ചെയ്തത്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അമേരിക്കയോ ചൈനയോ ഭീകരവാദികളോ അല്ല, മറിച്ച് അവിടുത്തെ സ്വന്തം രാഷ്ട്രീയ നേതാക്കളാണ്. എങ്ങനെയും അധികാരം നിലനിർത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. സർക്കാരുകൾ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴും എന്ന അവസ്ഥയുള്ളതുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികളെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. പകരം ജനങ്ങളെ താൽക്കാലികമായി സന്തോഷിപ്പിച്ച് വോട്ട് നേടാനുള്ള തന്ത്രങ്ങളാണ് അവർ പയറ്റിയത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമ്രാൻഖാന്റെ ഭരണകാലം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും കടം വാങ്ങാൻ IMFനെ സമീപിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇമ്രാൻഖാൻ ജനങ്ങൾക്ക് സൗജന്യ വൈദ്യുതിയും പെട്രോളിനും ഡീസലിനും വലിയ സബ്സിഡികളും പ്രഖ്യാപിച്ചു. പെട്രോളിന് 21 രൂപയും ഡീസലിന് 51 രൂപയുമാണ് സർക്കാർ സബ്സിഡി നൽകിയത്. ഇതിനായി ഏകദേശം 48,000 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കിയത്. ഈ ജനപ്രിയ നയങ്ങൾ കണ്ട് IMF പാകിസ്ഥാന് വായ്പ നൽകാൻ വിസമ്മതിച്ചു. സബ്സിഡികൾ പൂർണ്ണമായും എടുത്തുകളഞ്ഞാൽ മാത്രമേ വായ്പ നൽകൂ എന്ന് അവർ കർശന നിബന്ധന വെച്ചു. തുടർന്ന് അധികാരത്തിൽ വന്ന ഷഹബാസ് ഷരീഫിന്റെ സർക്കാരിന് ഗത്യന്തരമില്ലാതെ ഈ സബ്സിഡികൾ ഒറ്റയടിക്ക് നിർത്തലാക്കേണ്ടി വന്നു. സബ്സിഡികൾ പിൻവലിച്ചതോടെ പെട്രോൾ, ഡീസൽ വിലകൾ കുതിച്ചുയർന്നു. വൈദ്യുതി നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം വർദ്ധിച്ചു. യാത്രാക്കൂലിയും ചരക്കുകടത്ത് കൂലിയും കൂടിയതോടെ പച്ചക്കറികൾക്കും അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്കും തീ വിലയായി. പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടു. ജനങ്ങൾ പട്ടിണിയിലായി. രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാകിസ്ഥാന്റെ ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് ലോകരാജ്യങ്ങൾക്കും പ്രധാനമായും ഇന്ത്യക്കും ചില സുപ്രധാന പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. രാഷ്ട്രീയ സ്ഥിരതയാണ് വികസനത്തിന്റെ അടിസ്ഥാനം. സൈനിക ഇടപെടലുകളില്ലാത്ത സ്ഥിരതയുള്ള ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് ബിസിനസ്സുകൾ വളരുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. രാഷ്ട്രീയമായ അസ്ഥിരത സാമ്പത്തിക കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കും. ജിയോ പൊളിറ്റിക്സിൽ ആർക്കുമാരും സ്ഥിരം സുഹൃത്തുക്കളല്ല. മറ്റുള്ളവരുടെ യുദ്ധങ്ങളിൽ പണക്കൊതി പൂണ്ട് സ്വന്തം ഭൂമി വിട്ടുകൊടുത്താൽ അത് പിന്നീട് രാജ്യത്തിന്റെ തന്നെ നാശത്തിന് കാരണമാകും. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വോട്ടർമാർക്ക് നൽകുന്ന സൗജന്യങ്ങളും അമിതമായ സബ്സിഡികളും ആത്യന്തികമായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ജനങ്ങളെ ബോധവൽക്കരിക്കുകയും നേതാക്കളെ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് തടയുകയും ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. ചുരുക്കത്തിൽ തെറ്റായ നയങ്ങളും ദീർഘവീക്ഷണമില്ലായ്മയും അഴിമതിയും ചേർന്നാൽ വലിയ സാധ്യതകളുള്ള ഒരു രാജ്യത്തെ പോലും എങ്ങനെ പാപ്പരാക്കാം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ പാകിസ്ഥാൻ.